ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് വെച്ചാൽ ചിക്കൻ ഫില്ലിങ്ങോട് കൂടിയ ഫ്രൈഡ് ബന്നാണ്. നല്ല സോഫ്റ്റും അതേപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബന്നാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ പന്നീരെ ഡോ ഒന്ന് റെഡിയാക്കി എടുക്കാനായി ഒരു ബൗളിലേക്ക് 4 കപ്പ് മൈദയും ചേർത്ത് അതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർക്കുക. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരിയ ചൂടോട് കൂടിയ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 40 ഗ്രാം ബട്ടറാണ്. ഇത് കൂടെ ചേർത്ത് ഒരു 20 മിനിറ്റ് നല്ല സോഫ്റ്റ് ആക്കി തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇത് പൊങ്ങി വരുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനായി അല്പം ബട്ടർ ഒന്ന് തടവി കൊടുക്കാം. ശേഷം ഒരു റാപ്പർ ഉപയോഗിച്ച് കവർ ചെയ്ത് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇനി ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനായി ഫ്ലെയിം ഓൺ ചെയ്യാതെ ഒരു പാനിലേക്ക് ഒരു 200 ഗ്രാം ചിക്കൻ വളരെ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, ഒരു നുള്ളു ഉപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. ചിക്കൻ കുക്കായി വരുമ്പോൾ 2 വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കണ്ണരിയാതെ ഉള്ളി അരിയാനുള്ള ട്രിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വേണ്ടവർക്ക് വീഡിയോ കാണാം. ഇനി ഉള്ളി കുക്കായ ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശേഷം 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തേനും കൂടെയാണ്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷം മാവൊക്കെ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇതിൽ എയർ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം കൗണ്ടർ ടോപ്പിൽ അല്പം പൊടി വിതറി ഓരോ ബോൾസ് ആക്കി എടുക്കണം. മാവിന് കുഴക്കേണ്ടതില്ല.
എല്ലാം തന്നെ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. ഇനി ഇതിൽ നിന്നും ഫില്ലിംഗ് വെക്കാനായി ഒന്നെടുത്ത് പരത്തിയെടുക്കാം. ശേഷം ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറയ്ക്കേണ്ടതില്ല. ഫില്ലിംഗ് വെച്ച് നന്നായിട്ട് തന്നെ കവർ ചെയ്ത് ബോൾസ് ആക്കണം. തീരെ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഫില്ലിംഗ് ഒക്കെ പുറത്താകും. ഇനി എല്ലാം തന്നെ ഇതേപോലെ ചെയ്തെടുക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായി ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ എണ്ണ അധികം ചൂടാവാതെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. പന്ന് നല്ലപോലെ കുക്കായ ശേഷം എണ്ണയിൽ നിന്നും മാറ്റാം. എല്ലാം ഇതേപോലെ തന്നെ നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലഡ് ഫ്രൈഡ് പാൻ ഇവിടെ റെഡിയായി നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.